നമ്മളെപ്പോഴും പറയൂലേ, നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഇഷ്ടമല്ലാതെ പോയത്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയത്, മക്കൾ തർക്കുത്തരം പറഞ്ഞ് മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ വരുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമുക്ക് സ്വത്തിൻ്റെ ഷെയർ കിട്ടിയില്ല, ജോലി അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയൂലേ. നമുക്ക് ജോലി സ്ഥലത്ത് അങ്ങനെ പ്രശ്നങ്ങളായില്ലെന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഇതൊക്കെയാണോ നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തൊഴിൽ ചെയ്തിട്ട് ഒന്നും ആകാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ത് ചെയ്യും എന്നറിയാം. ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കിങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുന്ന ചില അവസരങ്ങളുണ്ട് ഇല്ലേ. ഒന്നും ആയില്ലല്ലോ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ എത്തിയല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. കാരണം നമ്മൾ കരിയറിൽ ഒരേയിടത്തും എത്താതെ പോകും. ഒത്തിരി നന്നായിട്ട് പഠിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും കേട്ടോ. അവർ പക്ഷേ ജീവിതത്തിൽ ഒരേയിടത്തും എത്താതെ പോയ ഒത്തിരി പേര് എനിക്കറിയാം. ഏതെങ്കിലും ഒരു കൊച്ചു കടകളിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. അവരൊക്കെ നമ്മളോർത്ത് നല്ല നിലയിലെത്തും എന്ന് വിചാരിച്ചവരായിരിക്കാം. അവർ ഒന്നും അല്ലാതെയായി പോകുന്നത്. അവരുടെ ദുഃഖങ്ങളാണ് ഏറ്റവും വലുത്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലുണ്ടല്ലോ, എല്ലാ ബന്ധങ്ങളും ഉണ്ടെന്നേ എല്ലാം സാധിക്കുകയും ചെയ്യും. ഒരുമാതിരിപ്പെട്ട എല്ലാം, ഒരു ഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സാധിക്കും. അതില്ലാതെ വന്നുണ്ടല്ലോ നമുക്ക് ആരുമില്ല, നമ്മളൊന്നും അല്ലാതെ ആകുകയും ചെയ്യും. നമ്മുടെ കരിയർ ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അപ്പോഴുണ്ടല്ലോ നമ്മളെ എറിഞ്ഞിട്ട് പോയവരും എന്നെ ഇട്ടേച്ച് പോയവരും അല്ലെങ്കിൽ നമ്മളെ ഒന്നുമല്ല എന്ന് പറഞ്ഞവരും ഒക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. നമ്മുടെ കയ്യിൽ 4 കാശുണ്ടോ നമ്മളെ അറിയും, എല്ലാവരും അറിയും. എല്ലായിടത്തും നമുക്ക് ബഹുമാനം കിട്ടുകയും ചെയ്യും. ഇതൊന്നും ഇല്ലാതിരുന്ന് നോക്കി നമ്മളൊന്നും ആവുകയുമില്ല. അപ്പോൾ ഏറ്റവും വലിയ ഡിവോഴ്സ് ആയതാ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും ഇല്ലേ. നമുക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതാ, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രതിസന്ധിയിൽ കൂടെ നമ്മൾ തരണം ചെയ്ത് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനൊക്കെയുള്ള ഉത്തരം അതാണ്. ചിന്തിച്ച് നോക്കി ശരിയാണോ എന്ന്. കരിയറിലാകാത്തവരെ വിഷമങ്ങളാണ് ഏറ്റവും വലിയ വിഷമം. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പച്ച പിടിക്കേണ്ട നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിൽ മാർഗത്തിൽ കൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. നല്ല മാർഗത്തിൽ കൂടെ കേട്ടോ. അതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. എല്ലാ കാര്യവും ചെയ്യാനുള്ള ഒരു ചങ്കുറ്റം കൂടി വരും. ശരിയാണോ?